NDTV ചാനൽ സംപ്രേഷണം ഒരു ദിവസം വിലക്കിക്കൊണ്ടുള്ള കേന്ദ്ര നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പ്രതിഷേധ സൂചകമായി മറ്റെല്ലാ ചാനലുകളും ബുധനാഴ്ച സംപ്രേഷണം നിർത്തിവെക്കാൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആഹ്വാനം ചെയ്തു. രാജ്യത്ത് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യം നിലനിൽക്കുന്നതായി പ്രമുഖ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പ്രതികരിച്ചു. ചാനൽ വിലക്കിനെ കേന്ദ്ര വാർത്താവിതരണ മന്ത്രി വെങ്കയ്യ നായിഡു ന്യായീകരിച്ചു. അതേസമയം കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന NDTVയുടെ പ്രത്യേക ഷോ ശ്രദ്ധേയമായി. പട്ടാൻകോട്ട് ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ സംപ്രേഷണം ചെയ്തതിന്റെ പേരിൽ ഒരു ദിവസത്തെ വിലക്ക് നേരിടുന്ന NDTVക്ക് പിന്തുണയേറുന്നു. എഡിറ്റേഴ്സ് ഗിൽഡ്, മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ എന്നിവർക്ക് പിന്നാലെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവരും വിലക്കിനെതിരെ ശബ്ദമുയർത്തി. രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്നും NDTVക്ക് വിലക്കുള്ള ദിവസം മറ്റു ചാനലുകളും സംപ്രേഷണം നിർത്തിവെച്ച് പ്രതിഷേധിക്കണമെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആവശ്യപ്പെട്ടു. വിലക്കിനെ ചോദ്യം ചെയ്ത് പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം നേരത്തെ രംഗത്ത് വന്നിരുന്നു. കേന്ദ്ര നടപടി നിയമവിരുദ്ധമാണെന്ന് പ്രസ് കൗൺസിൽ മുൻ ചെയർമാനും സുപ്രീം കോടതി ജഡ്ജിയുമായിരുന്ന മാർക്കണ്ഡേയ കട്ജു അഭിപ്രായപ്പെട്ടു. അതേസമയം വിലക്കിനെ കേന്ദ്ര സർക്കാർ ന്യായീകരിച്ചു. ഭീകരാക്രമണത്തിന്റെ തത്സമയ റിപ്പോർട്ടിങ്ങിനിടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്തതാണ് വിലക്കിന് കാരണമെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി വെങ്കയ്യ നായിഡു പ്രതികരിച്ചു. വിലക്കിനെതിരായ പ്രതികരണങ്ങൾ രാഷ്ട്രീയ പ്രേരിതം. UPA സർക്കാരിന്റെ കാലത്ത് 21 വ്യത്യസ്ത സംഭവങ്ങളിൽ ചാനലുകൾ വിലക്കിയിരുന്നതായും മന്ത്രി പറഞ്ഞു. ഇതിനിടെ സർക്കാരിനെയും പ്രധാനമന്ത്രിയെയും വിമർശിച്ച് വിലക്ക് നേരിടുന്ന NDTV പ്രത്യേക പരിപാടി സംപ്രേഷണം ചെയ്തത് ശ്രദ്ധേയമായി. അവതാരകനായ രവീഷ് കുമാറും 2 മൈം താരങ്ങളും പങ്കെടുത്ത പരിപാടിയിലൂടെ സർക്കാർ നടപടികൾ ചോദ്യം ചെയ്യാതെ, വാതുറന്ന് സംസാരിക്കാൻ പറ്റാതെ ഞങ്ങൾ എന്തു ചെയ്യുമെന്ന ചോദ്യമാണ് ഉന്നയിക്കപ്പെട്ടത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി. ചർച്ചയിൽ ജന്മഭൂമി മുൻ എഡിറ്റർ ശ്രീ KVS ഹരിദാസ്, മാധ്യമ നിരീക്ഷകൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ M ലിജു എന്നിവർ പങ്കെടുക്കുന്നു. മറ്റു പ്രമുഖരെയും പ്രതീക്ഷിക്കുന്നു. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള.